നമസ്കാരം, പുത്തൻ യുഗത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വാട്സാപ്പിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് ചാറ്റുകൾ ഉണ്ടാകും. എന്നാൽ എന്തെങ്കിലും കാരണത്താൽ ഫോൺ മാറ്റേണ്ടി വരികയോ അല്ല എങ്കിൽ ഒരു പുതിയ ഫോൺ വാങ്ങിയതിന് ശേഷമോ നമ്മുടെ പഴയ ഫോണിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ എങ്ങനെ നമ്മുടെ പുതിയ ഫോണിലേക്ക് കൊണ്ടുവരാം, അതായത് പുതിയ ഫോണിലേക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്യാം, അതും പഴയ ചാറ്റുകളൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ റീസ്റ്റോർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന പഴയ മോഡൽ സാംസങ് ഫോണിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ എങ്ങനെ ഈ കാണുന്ന പുതിയ ഫോണിലേക്ക് റീസ്റ്റോർ ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി നമുക്കൊരു മെമ്മറി കാർഡിന്റെ ആവശ്യമുണ്ട്. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള മെമ്മറി കാർഡ് പഴയ ഫോണിൽ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഫോണിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വാട്സാപ്പിന്റെ മുകളിൽ വലതുവശത്തായി കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓപ്ഷനുകൾ വരും. അതിൽ സെറ്റിംഗ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സിൽ ചാറ്റ്സ് എന്ന ഓപ്ഷൻ കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ചാറ്റ്സ് എന്നതിൽ ചാറ്റ് ബാക്കപ്പ് എന്ന ഓപ്ഷൻ കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ചാറ്റ് ബാക്കപ്പിൽ ബാക്കപ്പ് എന്ന ഓപ്ഷൻ കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ വാട്സാപ്പിന്റെ ബാക്കപ്പ് ഫോണിൽ സേവ് ആകുന്നതായിരിക്കും. വാട്സാപ്പിന്റെ ബാക്കപ്പ് ഫോണിൽ സേവ് ആയി കഴിഞ്ഞാൽ വാട്സാപ്പ് ക്ലോസ് ചെയ്യുക. ഇനി ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ ഡിവൈസ് സ്റ്റോറേജ് എന്നും SD കാർഡ് എന്നും കാണാം, അതിൽ SD കാർഡ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഫോണിൽ ഇൻസേർട്ട് ചെയ്ത മെമ്മറി കാർഡാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ പഴയ മോഡൽ സാംസങ് ഫോണിലാണെങ്കിൽ മുകളിൽ വലതുവശത്ത് കാണുന്ന മോർ എന്നതിൽ ടാപ്പ് ചെയ്താൽ കുറച്ച് ഓപ്ഷനുകൾ വരും. അതിൽ ക്രിയേറ്റ് ഫോൾഡർ എന്ന് കാണാം, അതിൽ ടാപ്പ് ചെയ്ത് പുതിയ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്കനുസരിച്ചുകൊണ്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന രീതി ഓരോ ഫോണുകളിലും വ്യത്യാസമുണ്ടാകും. ഇനി ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡറിന് വാട്സാപ്പ് എന്ന് പേര് കൊടുക്കുക. വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ അക്ഷരമായ W എന്നത് ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ ആപ്പ് എന്നതിലെ A എന്ന അക്ഷരവും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും സ്മോൾ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യുക. വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് വരിക. ഇനി ഫോൺ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക, അതായത് ഡിവൈസ് സ്റ്റോറേജ് എന്നത് ഓപ്പൺ ചെയ്യുക. ചില ഫോണുകളിൽ ഇന്റേണൽ സ്റ്റോറേജ് എന്നാകും, ചിലതിൽ ഫോൺ സ്റ്റോറേജ് എന്നാകും, ചിലതിൽ ഡിവൈസ് സ്റ്റോറേജ് എന്നാകും. അതിനുശേഷം വാട്സാപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇനി വാട്സാപ്പ് എന്ന ഫോൾഡർ കാണുന്നില്ല എങ്കിൽ സെർച്ച് എന്ന ഓപ്ഷനിൽ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി. ഇനി വാട്സാപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഡാറ്റാബേസ് എന്ന ഫോൾഡറും മീഡിയ എന്ന ഫോൾഡറും സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് നേരത്തെ SD കാർഡ് അഥവാ മെമ്മറി കാർഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വാട്സാപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് അവിടെ ഈ 2 ഫോൾഡറുകളും പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഫയൽ മാനേജർ ക്ലോസ് ചെയ്യുക. ഇനി ഈ പഴയ ഫോണിൽ നിന്നും മെമ്മറി കാർഡ് റിമൂവ് ചെയ്യുക. അതിനുശേഷം റിമൂവ് ചെയ്ത മെമ്മറി കാർഡ് നമ്മുടെ പുതിയ ഫോണിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക.
അതിൽ ഫോൺ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. അതായത് ഇന്റേണൽ സ്റ്റോറേജ് എന്നത് ഓപ്പൺ ചെയ്യുക. അതിൽ ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യുക. അതിൽ മീഡിയ എന്ന ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെയും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓപ്ഷനുകൾ വരും. അതിൽ ക്രിയേറ്റ് ഫോൾഡർ എന്ന് കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. ഇനി ഫോൾഡറിന് com.WhatsApp എന്ന് പേര് കൊടുക്കുക. com.WhatsApp എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എല്ലാ അക്ഷരങ്ങളും സ്മോൾ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യുക. ഒരിക്കലും ഒരു അക്ഷരം പോലും ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാനേ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. com.WhatsApp എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മെമ്മറി കാർഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വാട്സാപ്പ് ഫോൾഡർ അവിടെ നിന്നും കോപ്പി ചെയ്യുക. എന്നിട്ട് ഫോൺ സ്റ്റോറേജിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത com.WhatsApp എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി ഈ പേസ്റ്റ് ചെയ്ത വാട്സാപ്പ് ഫോൾഡർ വീണ്ടും ഇവിടെ നിന്നും കോപ്പി ചെയ്യുക. അതിനുശേഷം ബാക്കിലേക്ക് വരിക, വീണ്ടും ബാക്കിലേക്ക് വരിക, വീണ്ടും ബാക്കിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതായത് ഫോൺ സ്റ്റോറേജ് അഥവാ ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോൾഡറുകൾ കാണാം. അവിടെയാണ് ഇപ്പോൾ കോപ്പി ചെയ്ത വാട്സാപ്പ് ഫോൾഡർ പേസ്റ്റ് ചെയ്യേണ്ടത്. വാട്സാപ്പ് എന്ന ഫോൾഡർ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഫയൽ മാനേജർ ക്ലോസ് ചെയ്യുക. അതിനുശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്യുക. വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ആദ്യം എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പഴയ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം വരുന്ന നോട്ടിഫിക്കേഷനിൽ എൻ്റർ ചെയ്ത ഫോൺ നമ്പർ അതുതന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പഴയ ഫോണിൽ വാട്സാപ്പ് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിലേക്ക് വെരിഫിക്കേഷൻ കോഡ് വരും, അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീസ്റ്റോർ ബാക്കപ്പ് എന്ന ഓപ്ഷനിൽ താഴെ റീസ്റ്റോർ എന്നും സ്കിപ്പ് എന്നും കാണാം, അതിൽ റീസ്റ്റോർ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ പഴയ ഫോണിലുണ്ടായിരുന്ന എല്ലാ വാട്സാപ്പ് ചാറ്റുകളും പുതിയ ഫോണിൽ കാണുവാൻ സാധിക്കും. ഇതുപോലെ പഴയ ഫോണിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ പുതിയ ഫോണിലേക്ക് ഒരു ചാറ്റുകൾ പോലും നഷ്ടപ്പെടാതെ കൊണ്ടുവരുവാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.